ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ വട്ടക്കാര മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് 5-6 പേരുണ്ട്. വട്ടക്കാര, സീഡിക്കാര, ചപ്പക്കാര, അങ്ങനെ 4-5 ഒരുപാട് പേരുണ്ട്. ഇത് നമുക്ക് ഇത്രയും മീൻ 100 രൂപയ്ക്ക് തന്ന് ഈ മീൻ ഞാൻ എങ്ങനെ കൂട്ടാൻ വയ്ക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും മീൻ 100 രൂപ. പിന്നെ 50 രൂപയ്ക്ക് ചാള വാങ്ങിച്ച് അതിലൊരു 10 ചാള ഞാൻ പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. മോള് ചോദിച്ച്, കൊച്ചുമോള്. ഇതിന് നമുക്ക് എങ്ങനെ കഴുകി വൃത്തിയാക്കി ഇതിന് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്നതെന്ന് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഇത് മീൻ ഞാൻ നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച മീനിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പച്ചമുളക് ഒന്ന് കീറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാങ്ങ, അതിന് പെപ്പർ പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് ഇതിന് നമ്മൾ എടുക്കില്ല. അടുത്ത് തേങ്ങാപ്പാൽ, ഞാൻ 1 മുറി തേങ്ങ തിരികെ അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാൽ. രണ്ടാമത്തെ പാലിൽ ഞാൻ പുളി കലക്കി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ വീതം പുളിയെടുത്ത് ഞാൻ കോത്ത് അതിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി എങ്ങനെ റെഡിയാക്കണം നോക്കാം. നമ്മൾ കടുക് പൊട്ടിച്ച എണ്ണയ്ക്കകത്ത് ഇതൊന്ന് ചാലിച്ചതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമ്മൾ ഒരു അരക്കാടായത് അപ്പോഴ് ഈ മാങ്ങയെ നമുക്കിട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഈ പുളി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ചാലിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ അരപ്പെല്ലാം അതിലൊന്ന് പിടിച്ച് കിട്ടും. അതിൽ നമുക്കിനി ഫസ്റ്റിലുള്ള തേങ്ങാപ്പാലൊന്ന് ഇതിലൊഴിച്ച് കൊടുക്കാം. അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഈ മീനൊന്ന് പറക്കി ഇതിൽ ഇട്ട് കൊടുക്കാം. അതിൽ മീനെല്ലാം ഒന്ന് പറക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ ഈ മസാലകളിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അതിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം നമുക്ക് ഈ സ്റ്റേജിലൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. മുറിച്ചരച്ച കിഴങ്ങും ഈ മീൻ ചാറും ഇതിലൊഴിച്ച് കൂട്ടാനായിട്ട് സൂപ്പറായിരിക്കും. നിങ്ങൾ ഒരു ദിവസം ഈ മീൻ ഇതേപോലെ ഒന്ന് വാങ്ങിച്ച് നിങ്ങൾ കറി വെച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.